ഇന്ത്യയിൽ ഇന്നേ വരെ ഇറങ്ങിയിട്ടുള്ള കേരള സ്റ്റോറി അടക്കമുള്ള പ്രൊപ്പഗാൻഡ സിനിമകളുടെ മേക്കേഴ്സ് കണ്ടുപഠിക്കേണ്ടത് ആദിത്യ ധറിനെയും ടീമിനെയുമാണ്. എത്ര ഭംഗിയായിട്ടാണ് വലിയൊരു പ്രൊപ്പഗാൻഡ ദുരന്തർ പോലൊരു സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കാണുന്നവരെയെല്ലാം ഒരേ സ്വരത്തിൽ മികച്ച സിനിമ എന്ന് പറയിപ്പിക്കുക അത്ര ഈസിയല്ല. ദുരന്തർ ദ റിവെഞ്ചിന് ഒരു സിനിമ എന്ന നിലയിൽ എല്ലാ മേഖലയിലും മികച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട്. ദുരന്തർ രണ്ടാം ഭാഗത്തിന്റെ റിവ്യൂ ആണ് ഈ വീഡിയോ. ചിത്രത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം രൺവീർ സിംഗിന്റെ ഗംഭീര പ്രകടനമാണ്. ജസ്കിരത് സിംഗ് രംഗി എന്ന കഥാപാത്രമായി അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആക്ഷൻ രംഗങ്ങളും ത്രില്ലിംഗ് നിമിഷങ്ങളും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ആർ മാധവൻ, അർജുൻ രാംപാൽ, സഞ്ജയ് ദത്ത് എന്നിവരുടെ സാന്നിധ്യം സിനിമയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. മികച്ച ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടിയാകുമ്പോൾ ആദ്യ പകുതി തികച്ചും ഒരു വിഷ്വൽ ട്രീറ്റായി തന്നെ മാറുന്നു. സിനിമ 4 മണിക്കൂർ ദൈർഘ്യമുണ്ടായിട്ടും ഒരു നിമിഷം പോലും ലാഗ് ഫീൽ ചെയ്യുന്നില്ല. സംഘപരിവാറിനെയും മോദിയെയും ഒപ്പം 2000 മുതൽ ഇങ്ങോട്ട് ഇന്ത്യയിൽ നടന്നിട്ടുള്ള എല്ലാതരം തീവ്രവാദ അക്രമങ്ങളും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളും സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. നോട്ട് നിരോധനം നടത്തിയതിന്റെ കാരണമൊക്കെ ശരിക്കും മറ്റൊരു നെറേറ്റീവിൽ സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യക്കെതിരെ നടന്നിട്ടുള്ള തീവ്രവാദ ആക്രമങ്ങളുടെ എല്ലാം മറ്റൊരു ആംഗിളാണ് ദുരന്തറിൽ ചർച്ച ചെയ്യുന്നത്. ഒരു സീനിൽ രൺവീറിന്റെ കഥാപാത്രം പറയുന്ന ഡയലോഗ് ദുരന്തറിലെ പ്രൊപ്പഗാൻഡയുടെ വ്യാപ്തി മനസ്സിലാക്കി തരുന്നുണ്ട്. ഇത് പുതിയ ഇന്ത്യയാണ് എന്നാണ് രൺവീറിന്റെ കഥാപാത്രം പറയുന്നത്. സിനിമ കാണുന്നവരുടെ എല്ലാം മനസ്സിൽ പുതിയ ഇന്ത്യ എന്ന കാഴ്ചപ്പാട് സിനിമ ഉറപ്പിക്കുന്നുണ്ട്. വാർത്തയൊക്കെ കാണുന്ന ഇന്ത്യക്കാർക്ക് എന്തായാലും ദുരന്തർ കാണുമ്പോൾ ഈ സംഭവം നടന്നതിന് പിന്നിൽ ഇങ്ങനെ ഒരു കാരണമുണ്ടല്ലേ എന്ന് തോന്നുന്ന തരത്തിൽ മികച്ച രീതിയിൽ സിനിമയെ ക്രാഫ്റ്റ് ചെയ്യാൻ അണിയറ പ്രവർത്തകർക്ക് ആയിട്ടുണ്ട്. BJP വന്നതിന് ശേഷം രാജ്യം രക്ഷപ്പെട്ടു എന്ന നെറേറ്റീവിന്റെ ബെസ്റ്റ് പ്ലേസ്മെന്റ് ആകുന്നുണ്ട് ദുരന്തർ 2. മോഡിജി, ചായ്വാല, ബാബറി മസ്ജിദ് റെപ്രസെന്റേഷൻ, കേരളത്തിലേത് ഉൾപ്പെടെയുള്ള തീവ്രവാദത്തെക്കുറിച്ച് വന്നിട്ടുള്ള വാർത്തകളുടെ മെൻഷൻ തുടങ്ങി ഇന്നത്തെ സംഘപരിവാർ രാഷ്ട്രീയത്തെയും അതിന്റെ കൊള്ളരുതായ്മകളെയും ഇവർ പറയുന്നതൊക്കെ ശരിയാണല്ലോ എന്ന് പ്രേക്ഷകരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാൻ ആദിത്യധർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ നടക്കുന്ന എല്ലാ ഗൂഢാലോചനകളിലെയും എല്ലാ തീവ്രവാദികളെയും കൊന്നുകളയുന്ന കഥാപാത്രമാണ് രൺവീറിന്റേത്. സിനിമയുടെ ഒന്നാം ഭാഗത്ത് പാകിസ്ഥാനെതിരെ നടപടിയെടുക്കുന്ന ഒരു സർക്കാർ ഭാവിയിൽ നമുക്കുണ്ടാകുമെന്ന് അജയ് സന്യാൽ പറയുമ്പോൾ നിലവിലുള്ള മോഡി സർക്കാരിനെ സുഖിപ്പിക്കാനുള്ള ഒരു ശ്രമം മാത്രമായിരുന്നു അത്. എന്നാൽ രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ എല്ലാ പ്രൊപ്പഗാൻഡയും ഒരുമിച്ച് കൂട്ടി ഭരണത്തിലിരിക്കുന്നവർ ചെയ്യുന്നതെല്ലാം പോസിറ്റീവ് ആണെന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് സിനിമയിൽ. ആദ്യ ഭാഗം വെച്ച് കമ്പയർ ചെയ്താൽ രണ്ടാം ഭാഗത്തിൽ ഒരു സൂക്ഷ്മതയില്ലാതെയാണ് പ്രൊപ്പഗാൻഡ പറഞ്ഞു പോകുന്നത്. നരേന്ദ്രമോദി ഈ സിനിമയിൽ ഒന്നിൽ കൂടുതൽ തവണ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഒന്ന് 2014 സത്യപ്രതിജ്ഞ ചെയ്യുന്നതും മറ്റൊന്ന് നോട്ട് നിരോധനം പ്രഖ്യാപിക്കുന്നതുമാണ്. പ്രധാനമന്ത്രി മോഡിയുടെ ആദ്യത്തെ വരവിൽ മേജർ ഇക്ബാലിന്റെ പിതാവ് പരിഹാസത്തോടെ അവനോട് ചോദിക്കുന്നത് പതിവ് പോലെ നിങ്ങളുടെ ആളുകൾ വീണ്ടും വരുമെന്ന് നീ പറഞ്ഞു, എന്നാൽ ഇത്തവണ അത് വ്യത്യസ്തമാണ് എന്നാണ്. കേരള സ്റ്റോറിയിലെ പോലെ ഇവിടെയും നല്ല മുസ്ലിം ചീത്ത മുസ്ലിം വേർതിരിവ് കൊണ്ടുവരാൻ ആദിത്യധർ ശ്രമിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നുമുള്ള ഒരു ചീത്ത മുസ്ലിം പറയുന്നത് ചായ വിൽപ്പനക്കാരൻ തങ്ങളെ നശിപ്പിച്ചു എന്നാണ്. രാം ജന്മഭൂമി വിധി കേട്ട് മരണക്കിടക്കിയിൽ ശ്വാസം മുട്ടുന്ന ഒരു മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലിനെ കാണിക്കുന്നതിലൂടെ ഈ പ്രൊപ്പഗാൻഡ മറ്റൊരു തലത്തിലേക്ക് പോകുന്നുമുണ്ട്. അപ്പോൾ ഒരു ആക്ഷൻ സിനിമയുടെ ബാക്ക്ഡ്രോപ്പിൽ ഇന്നത്തെ കേന്ദ്ര സർക്കാർ തീവ്രവാദ ആക്രമണങ്ങൾ തടയുന്നതിനും രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയും ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളുടെ മാത്രം ഒരു ആഘോഷമാണ് ദുരന്തർ 2. അപ്പോൾ ഈ പ്രൊപ്പഗാൻഡയുടെ അതിപ്രസരം മാറ്റി നിർത്തിയാൽ ഒരു സിനിമ എന്ന നിലയിൽ മികച്ച അനുഭവമായിരുന്നു ദുരന്തർ 2. സ്വാഭാവികമായും ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണിത്. പ്രൊപ്പഗാൻഡ സിനിമകൾ എടുക്കാനുള്ള അവകാശം സിനിമാക്കാർക്കുണ്ട്, അത് വിമർശിക്കാനുള്ള അവകാശം നമുക്കും. എന്നാൽ ഈ സിനിമ പ്രൊപ്പഗാൻഡയാണെന്ന് ക്ലിയർ ആയിട്ടും പലർക്കും അത് സമ്മതിക്കാനുള്ള മടി എന്തുകൊണ്ടായിരിക്കും? 2014 കയറിയ മോഡി സർക്കാർ ഒരു തെറ്റും മിസ്റ്റേക്കും ഇതുവരെ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെയൊന്നും സിനിമയിൽ കാണിക്കാത്തത്, പോസിറ്റീവ്സ് മാത്രം കാണിക്കുന്നത് എന്നതാണ് നിങ്ങളുടെ വാദമെങ്കിൽ നിങ്ങൾ ഒരു സൈഡിലേക്ക് മാത്രമാണ് നോക്കുന്നതെന്ന് സാരം. അപ്പോൾ എന്താണ് ദുരന്തർ 2 സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.